എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ പ്രിയ രാമായണ കഥാപാത്രമായ ശ്രീരാമനെ കുറിച്ചാണ്. മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായാണ് ശ്രീരാമനെ കണക്കാക്കുന്നത്. അയോധ്യയിലെ ദശരഥൻ്റെയും കൗസല്യയുടെയും മകനായി ചൈത്രമാസത്തിൽ ശുക്ലാംബശിയിൽ നവമിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വസിഷ്ഠ മഹർഷിയുടെ കീഴിൽ മികച്ച വിദ്യാഭ്യാസം നേടി വിശ്വാമിത്രനോടൊപ്പം പോയി താടകാവധവും യജ്ഞരക്ഷയും നടത്തി. മിഥിലയിലെത്തി സീതാദേവിയെ വിവാഹം കഴിച്ചു. സ്വന്തം പിതാവിൻ്റെ സത്യപാലനത്തിനായി യാതൊരു മടിയും കൂടാതെ കാട്ടിലേക്ക് 14 വർഷം പുറപ്പെട്ടു. ഭരതന് സ്നേഹത്തോടെ അധികാരമേൽപ്പിച്ചിട്ടും ധർമ്മം വിട്ടുമാറാതെ രാജപുത്രനായി നിലകൊണ്ടു. ഒരിക്കൽ കാട്ടിൽ വെച്ച് ശൂർപ്പണഖ ശ്രീരാമനോട് വിവാഹ അഭ്യർത്ഥന നടത്തി. പക്ഷെങ്കിൽ ശ്രീരാമൻ അത് നിരസിച്ചു. അതിൽ കോപിതയായ ശൂർപ്പണഖ സീതാദേവിയെ ആക്രമിക്കാൻ പോയി. അത് കണ്ട ലക്ഷ്മണൻ സീതാദേവിയെ രക്ഷിക്കാനായി അമ്പെയ്ത് ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും മുറിച്ചു കളഞ്ഞു. അതിൽ അപമാനിതയായ ശൂർപ്പണഖ സ്വന്തം സഹോദരനായ രാവണനോട് സീതാദേവിയുടെ കാര്യങ്ങളെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും പറഞ്ഞു മോഹിപ്പിച്ചു. അങ്ങനെ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. മാരീചന്റെ സഹായത്തോടെ രാവണൻ ഋഷിയുടെ വേഷത്തിൽ വന്ന് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി. സീതാദേവിയെ രക്ഷിക്കാനായി വന്ന ജടായുവിൻ്റെ ചിറകുകൾ രാവണൻ ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ അവർ ലങ്കയിലേക്ക് പോയി. ശ്രീരാമനും ലക്ഷ്മണനും ഇതറിഞ്ഞ് സീതാദേവിയെ രക്ഷിക്കാൻ പോയ വഴിയിൽ ഹനുമാനെ കണ്ടു. ആ വഴിയിലൂടെ സുഗ്രീവനെ കണ്ടു. സീതാ അന്വേഷണ യാത്രയിൽ ഹനുമാന്റെയും സുഗ്രീവന്റെയും വാനരസേനയുടെയും സഹായത്തോടെ 4 ദിക്കിലും അന്വേഷണം തുടങ്ങി. ഒടുവിൽ ഹനുമാൻ അറിഞ്ഞു സീതാദേവി ലങ്കയിലുണ്ടെന്ന്. അങ്ങനെ ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ട് ലങ്ക ചുട്ടു ചാമ്പലാക്കി തിരിച്ച് ശ്രീരാമന്റെ അടുത്ത് വന്ന് സീതാദേവിയെ കണ്ട കാര്യം പറഞ്ഞു. അങ്ങനെ അവർ അവിടേക്ക് പോകാനായി പുറപ്പെട്ടു. ഒരു വലിയ സമുദ്രം തന്നെ കിടക്കണമായിരുന്നു അവിടെ പോകണമെങ്കിൽ. അതിനാൽ അവർ വലിയൊരു പാലം തന്നെ നിർമ്മിച്ചു. അങ്ങനെ അവർ ലങ്കയിലെത്തി. ശ്രീരാമന്റെ സേനയും വാനരസേനയുമായി ഉള്ള ലങ്കാധിപതിയായ രാവണന്റെ സേനയും ഇവരുടെ രണ്ടുപേരുടെയും സേനകൾ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. ഒടുവിൽ രാവണന്റെ സേന തകർന്നു വീഴുന്നു. അതുകൊണ്ട് രാവണൻ സ്വന്തം സഹോദരനായ കുംഭകർണനെ യുദ്ധത്തിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെങ്കിൽ രാവണന്റെ സഹോദരനായ കുംഭകർണൻ രാമനുമായുള്ള യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. അങ്ങനെ രാവണന്റെ സ്വന്തം മകനായ ഇന്ദ്രജിത്ത് യുദ്ധത്തിലേക്ക് വന്നു. ഇന്ദ്രജിത്തിന്റെ മായയാൽ പകുതിയോളം വാനരസേന തകർന്നു വീണു. പക്ഷെങ്കിൽ ലക്ഷ്മണന്റെ ആക്രമണത്തിൽ ഇന്ദ്രജിത്ത് നിലം പതിച്ചു. പക്ഷെങ്കിൽ ലക്ഷ്മണന് അതിയായ പരിക്കുകളുണ്ടായിരുന്നു. ജീവന് തന്നെ ഹാനികരമായിരുന്നു. അങ്ങനെ ഒരു വൈദ്യൻ അതിന് പ്രതിവിധിയും പറഞ്ഞു. സഞ്ജീവനി ഉണ്ടെങ്കിൽ സുഖപ്പെടുത്താമെന്ന്. അങ്ങനെ ഹനുമാൻ സഞ്ജീവനി തേടിപ്പോയി. ഒരു ഹിമാലയത്തിലെത്തി. പക്ഷെങ്കിൽ ഏതാ സഞ്ജീവനി എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അതിനാൽ ആ മല മുഴുവൻ കൊണ്ടുവന്നു. അങ്ങനെ ലക്ഷ്മണൻ സുഖപ്പെട്ടു. ലക്ഷ്മണൻ ആ ഔഷധം കാരണം സുഖപ്പെട്ടു. രാവണൻ അവസാനം യുദ്ധത്തിലേക്ക് ഇറങ്ങി. ശ്രീരാമന്റെയും രാവണന്റെയും യുദ്ധം മണിക്കൂറോളം നടന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ശ്രീരാമന്റെ ബ്രഹ്മാസ്ത്രത്താൽ രാവണൻ നിലം പതിച്ചു. അങ്ങനെ യുദ്ധം അവസാനിച്ചു. സീതാദേവി മോചിക്കപ്പെട്ടു. 14 വർഷത്തെ വനവാസ യാത്ര കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി. എല്ലാത്തരം പ്രതിസന്ധികളിലും സത്യവും ധർമ്മവും കൈപിടിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീരാമൻ്റേത്. സമത്വവും നീതിയും സ്നേഹവും നിറഞ്ഞ ഒരു സമ്പൂർണ്ണ ഭരണ മാതൃകയാണ് രാമരാജ്യം. ശ്രീരാമന്റെ ജീവിതം നമുക്ക് നൽകുന്നത് മാതൃകാപരമായ കടമകളെക്കുറിച്ചും സഹനത്തിന്റെ വലിയൊരു സന്ദേശത്തെക്കുറിച്ചുമാണ്. രാമായണം ഒരിക്കലും ഒരു യുദ്ധത്തിന്റെ കഥ മാത്രമല്ല. അത് സത്യം, കടമ, ത്യാഗം, സ്നേഹം, ധർമ്മം എന്നിവയുടെ എല്ലാം വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. ശ്രീരാമന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കണമെന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.